ഹായ് ഓൾ. കുറേ ഓട്ടത്തിലായിപ്പോയി. ഒന്ന് കഴിയുമ്പോൾ അടുത്തായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണൊന്ന് നിൽക്കാനുള്ളൊരു ടൈം കിട്ടിയത്. ഞാൻ എൻ്റെ അവസാനത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. എൻ്റെ ഈ ഒരു കോലം കണ്ടിട്ട് ഒരുപാട് പേര് മോശമായിട്ടും നല്ലതായിട്ടും വിഷമമായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലെ ജയസൂര്യ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭ്രാന്തന്മാരെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിൽ നിന്ന് തുടങ്ങും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് തോന്നി എൻ്റെ ഒരു കോലം മാറ്റാം. പഴയ ഒരു ഞാനുണ്ട്, അപ്പം അതിലോട്ടൊന്ന് പോകാനുള്ളൊരു ശ്രമമാണ്. എത്രത്തോളം അതിലോട്ട് എത്തും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ടൈമും എഫേർട്ടും ഒക്കെ കുറേ പട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എൻ്റെ സന്തോഷം, എൻ്റെ മനസ്സമാധാനം, എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കണം. അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ ചെയ്ത് പോകാമെന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കോലം ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ എൻ്റെ ലുക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ്. പഴയ ഒരു ലുക്കിലോട്ട് എത്രത്തോളം തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞുകൂടാ, എന്നാലും മാക്സിമം ഒന്ന് നോക്കാം. എന്തായാലും ഈ ഒരു കോലത്തിൽ നിന്ന് ഒന്ന് മാറാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ ഒരു കണ്ണാടിയിൽ പോലെ എന്നെ നോക്കുകയോ അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു 2 ദിവസത്തിന് മുന്നേയൊക്കെയാണ് ഞാൻ എന്നെ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ കോലം എന്തൊക്കെയാണെന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്തിനും ഈ കോലത്തിലൊക്കെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഭ്രാന്താണോ, എന്തിന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഒത്തിരി പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവാതിരിക്കട്ടെ എന്നാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിന്നാലേ അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ആരും ഈ ഒരു സാഹചര്യത്തിലോട്ട് എത്തിപ്പെടാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ലുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഇത് എത്രത്തോളം പഴയ ലുക്കിലോട്ട് വരുന്നതെന്ന് എനിക്കറിയില്ല, എന്നാലും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഹായ്. ഹെയർ കട്ട് ബിയർഡ് സെറ്റ് ചെയ്യും. ഹായ് ബൈ. ആമേ തുമാര അലി. അപ്പം അലിയാണ് നമുക്ക് ഈ ഒരു ലുക്ക് ചേഞ്ച് ചെയ്ത് തരാൻ പോകുന്നത്. മുടി സെറ്റാക്കി ഇനി താടിയും കൂടി ഒന്ന് സെറ്റാക്കിയാണ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. ഞാൻ പുറത്തിറങ്ങിയിട്ട് നല്ലപോലെ കാണിക്കാം. ഓക്കെ, എന്തായാലും ലുക്കൊക്കെ ചേഞ്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ വെയിലത്ത് കുറേ ദിവസം കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഓട്ടമാണ്. അപ്പോൾ ഒരു ടാൻ റിമൂവലും കൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലുക്കൊക്കെ അങ്ങ് ചേഞ്ചാക്കി. എത്രത്തോളം പഴയ ലുക്കിലെത്തി എന്നറിയില്ല. ഇനി ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം നോക്കി എനിക്ക് മുന്നോട്ട് ജീവിക്കണം. എനിക്ക് സന്തോഷം, എൻ്റെ മനസ്സമാധാനം, എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിതം മാത്രം നോക്കി ഞാൻ മുന്നോട്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു പട്ടികൾക്ക് വേണ്ടിയിട്ടും എൻ്റെ സമയമോ എൻ്റെ എഫേർട്ടോ ഒന്നും ചിലവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ചിരിച്ചിട്ടൊക്കെ കുറേ ആയി. അപ്പോൾ ഇനി മാക്സിമം എനിക്ക് ചിരിക്കണം, എനിക്ക് സന്തോഷിക്കണം. പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇനി എൻ്റെ മുഖത്തെന്നും ചിരി കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. പണ്ടതുണ്ടായിരുന്നു, എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി. ഇനി വീണ്ടും എൻ്റെ മുഖത്ത് ആ ഒരു ചിരി ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് മാക്സിമം ഞാൻ ആ രീതിയിൽ തന്നെ പോകും. അപ്പോൾ എന്തായാലും ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.